വക്കീൽ സാർ എവിടെ? കുളിക്കാണെന്ന് തോന്നുന്നു. ഹോ, ആശ്വാസമായി. കുളിയും തേവാരൊക്കെ കഴിഞ്ഞു വരുമ്പോ 2-3 മണിക്കൂർ എടുക്കും. മറ്റതെങ്ങനെയുണ്ട്? ഏത്? അന്നത്തെ ബുക്കേ? കൊച്ചു കള്ള. അന്ന് കണ്ടത് വെറും പടം. അതിനേക്കാൾ സൂപ്പർ ഒരു സാധനം ഞാൻ ടൗണിൽ പോയപ്പോ ഒപ്പിച്ചിട്ടുണ്ട്. ബ്ലൂ, നീലം, കടും നീല. നമ്മൾ കാണാൻ കൊതിക്കുന്ന പലതും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ. ഇതൊരു പുരാണ കാസറ്റ് ആണല്ലോ. ഇത്തരം കാസറ്റോട് പുറത്ത് ഇങ്ങനെ എഴുതൂ. എല്ലാ വാതിലുകളും ജന്നലുകളും അടച്ച് നമുക്കിട്ട് കാണാം. വാ. അവനോട് ബന്ധപ്പെട്ടവരും അന്തർനിരയാവട്ടെ. ഇതുമാതിരി ബിറ്റ് കാസറ്റുകളുടെ തുടക്കം നല്ല പുരാണ സിനിമകളായിരിക്കും. പോലീസിനെ പേടിച്ച് നോക്കിയിരുന്നോണം. ഇപ്പ വരും. കുഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് വരുത്താം. വോൾട്ടേജ് കുറവാണ്. അതേ സ്വിച്ച് മാറിയ അതേ വയറളവിയോ? ഇല്ല. ചില തനക്കിയാ ഓടൂല്ല. ഇനി ഊരി നോക്കാം. അയ്യേ, മുഴുവൻ വെളിയിലായി. കുളം. ഡ്രൈവർ, അതല്ല, അളിയനൊന്ന് ഇവിടെ വരെ വന്നിട്ട് പോകേണ്ട കാര്യമുണ്ട്. ഒരു ചെക്ക് ലീഫ് ഒപ്പിട്ട് തരണം. ഞാനോ? ചെക്ക് ലീഫിലോ? എന്നിട്ട് ആ മാനേജർ പറഞ്ഞില്ലല്ലോ ബോറൻ. പഠിത്തം ഭംഗിയായി നടക്കുന്നു. പഠിത്തം, പാട്ട്, ഡാൻസ്. ചെക്കൻ ഭയങ്കര ഹാപ്പി. എല്ലാം ചിട്ടപ്പടി. എന്താണ് രാവിലെ തന്നെ തുടങ്ങിയോ? അയ്യോ, ഇത് ചായയാ. ഞാനിപ്പോ വൈകുന്നേരങ്ങളിൽ പോലും മറ്റു തൊടാറില്ല. അതുകൊണ്ടല്ല, ഒരു കമ്പനി വേണ്ട അളിയാ. പിന്നെ അവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഓ ശരി, പറഞ്ഞു മനസ്സിലായല്ലോ. മനസ്സിലായി. വേറെ ആരും പിള്ളേരെ കണ്ടിട്ടില്ലാത്ത പോലെ.
ഇതിലൊരെണ്ണം ഉണ്ടായിരുന്നതാണല്ലോ. അങ്കിളെന്താ ഇവിടെ നിൽക്കുന്നേ? നീ സിഗരറ്റ് വലിച്ചോ? വലിച്ചു. എന്തിനാ? വെറുതെ ഒന്ന് നോക്കിയതാ. ഇങ്ങനെയൊക്കെയാ എല്ലാവരുടെയും തുടക്കം. എന്തെങ്കിലും ഒന്ന് ശീലിച്ചാൽ പിന്നെ നിർത്താൻ പെടുന്ന പാട് അത് അനുഭവിക്കുന്നവരാ ഞങ്ങളൊക്കെ. ഇതൊക്കെ വെറും തട്ടിപ്പാ. അതുകൊണ്ട് ഒന്നും ശീലിക്കാതിരിക്കാൻ നല്ലത്. മനസ്സിലായില്ലേ? എന്നാ പോരുത് പഠിക്ക്. നിറഞ്ഞ പൊട്ടില പെണ്ണിന്റെ സൗന്ദര്യം. വെറുതെ ഇങ്ങനെ ഈ കണ്ണിൽ മാത്രം നോക്കിയിരിക്കാൻ എന്ത് രസാ. ആരാ പറഞ്ഞു എന്റെ മുറിയിലോട്ട് വരാൻ? ചില മാനേഴ്സ് ഒക്കെ ഇല്ലേ? എവിടെ, എങ്ങനെ, എപ്പോന്നൊക്കെ? കല എന്നൊക്കെ പറഞ്ഞ ഒരു തപസ്യ. മനസ്സ് വഴിവിട്ട് പോയാ പോയി. ഗുരുശാപം കിട്ടുന്നതൊന്നും ചിന്തിക്കണ്ട. ഗുരുത്വം പോയാ പിന്നെ എന്താ ഉള്ളേ? ടീച്ചർക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുട്ടിയാണെന്ന്. നീ എന്നെ കാണുന്നതും ഞാൻ നിന്നെ കാണുന്നതും രണ്ടാണ്. നമുക്ക് മുമ്പിൽ ഒരു രേഖയുണ്ട്. കാലം, പ്രായം, ചുറ്റുപാടുകൾ, അങ്ങനെ. അത് മറികടന്നൂടാ. ഒരു വസന്തത്തിന്റെ ദൈർഘ്യമേ ഉള്ളൂ ഈ കൗമാരത്തിന്. ഉള്ളിൽ ചവിട്ടാതെ കടന്നു പോയിക്കോണം. അല്ലെങ്കിൽ